ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു രമ്യാസ് ബ്രാൻഡ്. ഇന്നത്തെ വീഡിയോ 4 ഹെയർ മാസ്ക്കാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നേന്ത്രപ്പഴം വേണം. പഴുത്തളിഞ്ഞ നേന്ത്രപ്പഴം മതി. നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു ടൈപ്പ് നേന്ത്രപ്പഴം ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈപ്പ് നേന്ത്രപ്പഴം എടുക്കുക. അത് തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്തതാണെങ്കിൽ ഉടച്ചെടുത്താൽ മതി. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പം മിക്സിയുടെ ജാറിലിട്ട് അടിക്കുന്നതായിരിക്കും. പിന്നെ പഴത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മളെ മുടിയുടെ നീളത്തിനനുസരിച്ച് എടുക്കുക. വലിയ മുടിയാണെങ്കിൽ ഒരു വലിയ നേന്ത്രപ്പഴം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറുതെടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം മുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ മുട്ടയുടെ മഞ്ഞ നമ്മൾ എടുക്കുന്നില്ല, അത് മാറ്റി വെക്കുക. ഇതുപോലെ മുട്ടയുടെ മഞ്ഞ മാറ്റുക, എന്നിട്ട് മുട്ടയുടെ വെള്ളയും കൂടി ഇട്ടിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇങ്ങനെ റെഡിയാക്കിയെടുത്തിട്ടുള്ള മാസ്ക് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മളെ തലയിൽ മുടിയിലുള്ള കെട്ടുകളൊക്കെ നന്നായിട്ട് ചീകിക്കളയുക. അതിന് ശേഷം നന്നായിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുടിയുടെ റൂട്ടിലും തലയോട്ടിയിലും താഴോട്ടായിട്ട് നല്ല പോലെ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ വീര്യം കുറഞ്ഞ ഏതെങ്കിലും ഷാമ്പു യൂസ് ചെയ്ത് നല്ലപോലെ കഴുകിക്കളയണം. അപ്പോൾ ഇത് നമ്മുടെ തലയ്ക്ക് നല്ല സോഫ്റ്റും നല്ല സിൽക്കിയും മുടി നല്ല സിൽക്കി ആയിട്ടിരിക്കാൻ വേണ്ടി നല്ല ഹെൽപ്പ് ചെയ്യുന്നൊരു മാസ്കാണിത്. പിന്നെ നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ മാസ്ക് ചെമ്പരത്തി ഇല വെച്ചിട്ടാണ്. ഒരു 10-15 ചെമ്പരത്തി ഇല പറിച്ചെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ചെമ്പരത്തി പൂവ് എടുക്കുക. പിന്നെ ഒരു വലിയ ഉള്ളി, ഒരു മീഡിയം സൈസ് ഉള്ളി, 1/2 ഗ്ലാസ് വെള്ളം, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ തലയിലേക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. തലയോട്ടിലും താഴോട്ടുമായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഒരു 10-15 മിനിറ്റ് വെക്കുക. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ചെമ്പരത്തി നല്ല തണുപ്പാണ്, അപ്പോൾ പെട്ടെന്ന് ജലദോഷം പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ശേഷം കഴുകിക്കളയാം. പിന്നെ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമ്മൾ അത് തലയിലിടുന്ന ടൈം കൂട്ടാം, 15-20 മിനിറ്റ് ആക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പു യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിക്കളയാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് മാസ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് മൂന്നാമത്തെ മാസ്കാണ്. അത് ചെയ്യുന്നത് നമ്മൾ മുരിങ്ങ ഇല വെച്ചിട്ടാണ്. മുരിങ്ങ ഇലയും ഉലുവയും കൂടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ മുരിങ്ങ ഇല റെഡിയാക്കി വെക്കുക. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് വെക്കുക. തലേ ദിവസം ഇട്ട് വെച്ചാൽ മതി, പിറ്റേ ദിവസത്തേക്ക് അത് റെഡി ആയിക്കോളും. അങ്ങനെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ഉലുവയാണിത്. അങ്ങനെ പിന്നെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പറിച്ചെടുത്ത മുരിങ്ങയില നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. മുരിങ്ങയിലയുടെ ആരോഗ്യ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന തന്നെയല്ലേ, അതേപോലെ തന്നെ മുടിക്കും നല്ലതാണ് മുരിങ്ങയില. അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുള്ള മുരിങ്ങയില മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉലുവയും ആ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഈ പേസ്റ്റിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ആവണക്കെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ കൂടി മിക്സ് ആക്കിയിട്ട് നല്ലപോലെ നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തലയോട്ടിയിലും മുടിയിൽ താഴോട്ടുമായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. ഫസ്റ്റ് ടൈം വെക്കുമ്പോൾ 10 മിനിറ്റ് വെച്ചാൽ മതി. ഉലുവയും നല്ല തണുപ്പാണ്, പെട്ടെന്ന് ജലദോഷം പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത ഹെയർ മാസ്ക് വരുന്നത് നാലാമത്തെ ചെമ്പരത്തിപ്പൂ വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 10-25 ചെമ്പരത്തി എടുക്കുക. എന്നിട്ട് അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക. 10-15 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.